അതെ, അടുക്കളയിൽ പോയാലോ? വായോ. കോളിഫ്ലവർ വെച്ചിട്ട് നമുക്ക് കുട്ടികൾക്ക് ഇഷ്ടമുള്ള ഒരു സംഭവം ഉണ്ടാക്കി കൊടുത്താലോ? ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കുക, നല്ലോണം ഉപ്പിട്ടിട്ട് തിളപ്പിക്കുക. തിളച്ച വെള്ളത്തിലേക്ക് ഈ കോളിഫ്ലവർ ഇതെല്ലാം അടർത്തി വെച്ചത് എടുത്തിടുക. ഇതിട്ടിട്ട് തിളപ്പിക്കേണ്ട കേട്ടോ. എന്നിട്ട് വെള്ളം 2-3 മിനിറ്റ് വെച്ചിട്ട് വെള്ളം വാർക്കുക. വെള്ളം വാർന്ന് പോട്ടെ. എന്നിട്ട് ഒരു പാത്രത്തിൽ നമുക്ക് കുറച്ച് മൈദ, നമ്മുടെ മൈദ കുറച്ചെടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കോൺഫ്ലവർ ഇല്ലേ, ഒരു 2 ടീസ്പൂൺ കോൺഫ്ലവർ ഇടുന്നു, അതിലേക്ക് ഇടണം. നല്ല ഗിറുകിറുന്നതിന് ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ നമുക്ക് അതിന് ആവശ്യമുള്ള ഉപ്പ്, പിന്നെ എന്താ എരിവിന് വേണ്ടിയിട്ടുള്ള സ്പൈസസ് മസാലകളില്ലേ, അതിന് ഞാൻ കുരുമുളക് ഇടുന്നുണ്ട്. പിന്നെ നമ്മുടെ ചതച്ച മുളകില്ലേ, ചതച്ച മുളക് ഇടുന്നുണ്ട്. പിന്നെ സാധാരണ മുളക് പൊടി ഇടുന്നുണ്ട്. നമുക്കാണെങ്കിൽ മസാലപ്പൊടിയും ഇടാം. ഞാൻ മസാലപ്പൊടി ഇടാൻ മറന്നുപോയി. ഞാൻ എത്ര ഇട്ടുള്ളൂ. എന്നിട്ട് ആ പൊടി നല്ലോണം നല്ലോണം അത് മിക്സ് ചെയ്തെടുക്കണ്ട. ഒരു സ്പൂണ് വെച്ചിട്ട് നല്ലോണം എല്ലായിടത്തേക്ക് ആവുന്ന വിധത്തിലൊന്ന് നല്ലോണം യോജിപ്പിച്ചെടുക്കുക. ആ യോജിപ്പിച്ചതിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം, കോളിഫ്ലവർ വാരിയിടുക. വെള്ളം നനയ്ക്കണ്ട കേട്ടോ. ആദ്യം ഓൾറെഡി നനവായിട്ടിരിക്കുന്ന കോളിഫ്ലവർ അല്ലേ, അപ്പോൾ അതിൽ ഈ പൊടി അതുമ്മ പിടിക്കട്ടെ ആദ്യം. എന്നിട്ട് നമുക്ക് വെള്ളം ഒഴിച്ചാൽ മതി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, കുറച്ച് വളരെ കുറച്ച് വെള്ളം ഒഴിച്ച് തെളിച്ച് നനയ്ക്കുക. അപ്പോൾ എന്നിട്ട് നനച്ചിട്ട് കുഴച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ വരും. പിന്നെ ഞാൻ ഈ കൈ വെച്ച് ചെയ്യുന്നത്, ഞാൻ എൻ്റെ വീട്ടിൽ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്ന സാധനങ്ങളുടെ വീഡിയോ ആണ് കേട്ടോ ഇടുന്നത്. അല്ലാണ്ട് വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊന്നും ഉണ്ടാക്കലില്ല. കുട്ടികൾക്ക് എന്തെങ്കിലും വെറൈറ്റി ഉണ്ടാക്കണമെന്ന് തോന്നുന്ന സമയത്ത് ഞാനിങ്ങനെ വീഡിയോ എടുക്കും. അതുകൊണ്ട് കൈ വെച്ചിട്ടൊക്കെ ചെയ്യുന്നത്. എന്തെങ്കിലും അരോചകമായിട്ട് തോന്നുന്നുണ്ട് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിച്ചേക്കാം കേട്ടോ. ഒരു പാത്രം ഇത് ഞാൻ 2ാം ട്രിപ്പ് ഒരു പ്രാവശ്യം വറുത്തു. ഞാൻ വീഡിയോ എടുക്കാൻ മറന്നുപോയി. പാത്രം വെച്ചു, എണ്ണ നല്ലോണം ചൂടായതിന് ശേഷം മാത്രമേ ഇത് ഓരോന്ന് ഇങ്ങനെ പെറുക്കി ഇടാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് എല്ലാതും പെറുക്കി ഇടുക. സ്പൂണോ കയ്യെ വെച്ചിട്ട് ഇങ്ങനെ വിട്ട് എന്താ പറയുക ഇട്ടോളൂ. അല്ലെങ്കിൽ നല്ല ബ്രൗൺ കളറിൽ അങ്ങോട്ട് ഒരു ബ്രൗണോ നല്ലൊരു കളർ വരില്ലേ, ഗോൾഡൻ കളർ. ആ കളറാവണ വരെ നല്ലോണം വറുത്തെടുക്കുക. ഇപ്പോൾ നമ്മൾ കോൺഫ്ലവർ ഇട്ട കാരണം നല്ല ഗിറുകിറുന്നതിന് ഇരിക്കും വറുത്തിട്ട് കോരുന്ന സമയത്ത്. നല്ല ടേസ്റ്റാണ്. മക്കൾ അത് കൂട്ടി ചോറ് കൊണ്ണു. അപ്പോൾ ഇതേ കണ്ട, അങ്ങനെ 1-2 ട്രിപ്പ് ഞാനിങ്ങനെ വറുത്ത് കോരിയായിരുന്നു കേട്ടോ. എന്നിട്ട് ഇതിങ്ങനെ കോരി നമ്മൾ മാറ്റി വെക്കുക. ചിലർ ഇതിനകത്തോട്ട് കെച്ചപ്പൊക്കെ മുക്കി കഴിക്കാം. വെറുതെ നമുക്ക് ചായക്കൊക്കെ കഴിക്കാം കേട്ടോ. ഇത് പക്ഷേ ഞാൻ എൻ്റെ കുട്ടികൾക്ക് ചോറിന് ഇത് മതി എന്ന് പറഞ്ഞിട്ട് ഞാൻ ചോറിലേക്ക് ആക്കി കൊടുത്തത്. ചോറ് കഴിക്കാനും ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇഷ്ടാവും.